സംസ്ഥാനത്തെ നിക്ഷേപ സൗഹൃദമാക്കാൻ സർക്കാർ നടപടികൾ ഉദാരമാക്കുമ്പോൾ ചിലർ ഉടക്കുവയ്ക്കുന്നുവെന്ന് മുഖ്യമന്ത്രി. പ്രതിപക്ഷത്തെ നേതാക്കളും വ്യവസായ പ്രമുഖരും പങ്കെടുക്കുന്ന ലുലു മാളിന്റെ ഉദ്ഘാടന വേദിയിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസ്താവന. പിന്നാലെ UDF നേതാക്കളുടെ സാന്നിധ്യത്തിൽ മുഖ്യമന്ത്രിയുടേത് വ്യവസായ സൗഹൃദ കാഴ്ചപ്പാടെന്ന് പ്രശംസിച്ച് ശശി തരൂർ MPയുടെ പ്രസംഗം. വികസനത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. കേരളത്തിന്റെ പ്രവർത്തനത്തിന്റെയും വ്യവസായങ്ങളുടെ പരിസ്ഥിതിയും ശരിയില്ല എന്ന് ആൾക്കാർ പേടിച്ചിട്ട് അതിനെ മാറ്റാൻ നമ്മുടെ മുഖ്യമന്ത്രി ശ്രമിക്കുന്നതെന്ന് എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ ഒരു നല്ലൊരു കാര്യമാണ്. കേരളത്തിന്റെ പ്രവർത്തന രീതി മാറേണ്ട, ജനങ്ങൾ അവിടെ വരൂ, ധൈര്യത്തോടെ അവരെ സ്വീകരിക്കാൻ നമ്മുടെ മുഖ്യമന്ത്രി നിൽക്കുന്നുണ്ട്. താൻ രാഷ്ട്രീയം പറയുകയല്ലെന്ന ആമുഖത്തോടെ തരൂർ നിലപാട് വിശദീകരിക്കുമ്പോൾ ഉമ്മൻചാണ്ടി, VD സതീശൻ, രമേശ് ചെന്നിത്തല, PK കുഞ്ഞാലിക്കുട്ടി എന്നിവർ സദസ്സിലുണ്ടായിരുന്നു. താൻ വികസനത്തിന് വേണ്ടി നിലകൊള്ളുന്നയാളാണെന്നും ശശി തരൂർ നേതാക്കൾക്ക് മുന്നിൽ ഊന്നി പറഞ്ഞു. കേരയിൽ വിഷയത്തിലും തരൂർ ഇടഞ്ഞു. കേരളിനെതിരെ UDF MPമാർ റെയിൽവേ മന്ത്രിക്ക് നൽകിയ നിവേദനത്തിൽ ശശി തരൂർ MP ഒപ്പുവെച്ചിരുന്നില്ല. UDFന്റെ 18 MPമാരാണ് അന്ന് നിവേദനത്തിൽ ഒപ്പുവെച്ചത്. പുതുച്ചേരി MP P വൈദ്യലിംഗവും നിവേദനത്തിൽ ഒപ്പുവെച്ചു. വിമർശനങ്ങൾ ഉയർന്നിട്ടും തരൂർ നിലപാട് മാറ്റിയില്ല. കേരളിനെക്കുറിച്ച് മികച്ച പഠനം നടത്താതെ നിലപാടെടുക്കാനാകില്ലെന്ന മാതൃഭൂമി.com എഴുതിയ ലേഖനത്തിൽ തരൂർ വ്യക്തമാക്കിയിരുന്നു. അതിനാൽ സംസ്ഥാന സർക്കാരിന് പറയാനുള്ളത് കേൾക്കാതെ എതിർക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാകുമെന്നായിരുന്നു തരൂരിന്റെ പക്ഷം. ഇതിനുശേഷം പക്ഷേ തരൂർ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന പ്രസ്താവനകളിൽ നിന്നും വിട്ടുനിൽക്കുകയായിരുന്നു. അതിനിടെയാണ് പുതിയ വിവാദം. കേരളം വ്യവസായ സൗഹൃദ സംസ്ഥാനമാണെന്ന പ്രസ്താവനയിലൂടെ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനത്തെ പിന്തുണച്ച നിലപാടിലൂടെ കേന്ദ്ര നേതൃത്വത്തെയും ഒരുപോലെ ചൊടിപ്പിച്ചിരിക്കുകയാണ് ശശി തരൂർ. തരൂരിനെ നിലയ്ക്ക് നിർത്തണമെന്നാണ് നേതാക്കളുടെ ഒന്നടങ്കമുള്ള അഭിപ്രായം. ഇതിൽ ഹൈക്കമാൻഡ് എന്ത് നിലപാട് സ്വീകരിക്കുമെന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്. മൽത്തേനംപറമ്പിൽ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.